ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ഈ ലാപ്പിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. ഈ ചാനലിൽ A to Z ചലഞ്ച് എന്ന പേരിലുള്ള സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് A മുതൽ അഡ്വാൻസ്ഡ് ഗ്രാമർ ലെസൺസ് വരെ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഫോർമൽ റിട്ടൺ ഇംഗ്ലീഷ് മുതൽ ഇൻഫോർമൽ സ്പോക്കൺ ഇംഗ്ലീഷ് വരെ, അതാണ് നമ്മുടെ മോട്ടോ. ഭാഷ എങ്ങനെയാണ് നമുക്ക് സംസാര ഭാഷയാക്കി മാറ്റാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള എക്സസൈസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സെൻറ്റൻസ് പാറ്റേൺസ് നമ്മൾ പഠിച്ചു വരികയാണ്. 2 ടോപ്പിക്കുകളിലായി 8 സെൻറ്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുണ്ട്, ചെയ്യാറില്ല, ചെയ്യാറുണ്ടോ, ചെയ്യാറില്ലേ. സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ ചെയ്തു, ചെയ്തില്ല, ചെയ്തോ, ചെയ്തില്ലേ. ഇതാണ് 8 സെൻറ്റൻസുകൾ. ഇത് ക്ലാസ് കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പരീക്ഷ എഴുതാൻ നിങ്ങളെ സഹായിക്കും. അക്കാഡമിക് പർപ്പസിനും അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ തലത്തിലേക്കും ഒക്കെ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. തുടക്കം മുതൽ അവസാനം വരെ കാണുകയും നോട്ട് കുറിക്കുകയും പഠിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്നുള്ള വാക്ക് നമുക്കറിയാം, ഭാവി എന്നാണ്. പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, ഇനി സിമ്പിൾ ഫ്യൂച്ചറാണ്. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? എന്തിനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? എല്ലാം പഠിക്കാം. അല്പം ക്ഷമയോടെയും താല്പര്യത്തോടെയും നിങ്ങൾ ഈ ക്ലാസ് കാണണം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഡിസ്ക്രൈബ്സ് ആക്ഷൻസ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യം, അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യം, അടുത്ത മാസം സംഭവിക്കാൻ പോകുന്ന കാര്യം, അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യം, അങ്ങനെ അങ്ങോട്ട് പോയി അടുത്ത ജന്മത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യവും നമുക്ക് പറയാം. സംഭവിക്കാൻ പോകുന്നത്, ഇതിനെ നമുക്ക് 3 തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് പ്രഡിക്ഷൻസ് ആണ്. പ്രഡിക്ഷൻസ്, മഴ പെയ്യും, അവൻ വരും, അത് സംഭവിക്കും, ഇതെല്ലാം പ്രഡിക്ഷൻസ് ആണ്, പ്രവചനങ്ങളാണ്. തീർച്ചയായും പ്രവചനങ്ങൾ നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാര്യമല്ല, നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് ഏറെക്കുറെ ഉറപ്പുള്ളത് കാര്യമാണ് പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാൻസ് ആണ്. പ്ലാൻ, നാളത്തെ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ആ പദ്ധതികൾ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. അടുത്തത് ഇൻറ്റൻഷൻസ്, നമ്മുടെ ചില ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ 3 തരത്തിലുള്ള ഹെഡിൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് കാണാം. ഒന്ന് പ്രഡിക്ഷൻസ്, 2 പ്ലാൻസ് ആൻഡ് ഇൻറ്റൻഷൻസ്. ഇപ്പോഴത്തെ കാര്യമല്ല, അടുത്ത നിമിഷം മുതൽ അടുത്ത ജന്മം വരെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ്? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു, ഡസ് കണ്ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് കണ്ടു. ഇനി സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ 2 ഓക്സിലറി വെർബിനെ കാണാൻ പോവുകയാണ്, പരിചയപ്പെടാൻ പോവുകയാണ്. വിൽ ആൻഡ് ഷാൽ. വിൽ ആൻഡ് ഷാൽ എവിടെ കണ്ടാലും തിരിച്ചറിയണം, അത് നാളത്തെ കാര്യമാണ്, പിന്നത്തെ കാര്യമാണ്, അടുത്ത നിമിഷത്തെ കാര്യമാണ്, അല്ലെ അടുത്ത വർഷത്തെ കാര്യമാണ്. അപ്പം നമുക്ക് നോക്കാം സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ. ആദ്യം സബ്ജക്റ്റ് ആണ് വരുന്നത്. സബ്ജക്റ്റിനോട് കൂടി സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു ക്ലാസ് ഉണ്ട്, വെർബിൻ്റെ 5 രൂപങ്ങൾ. അത് ഞാൻ വളരെ വിശദമായിട്ടൊരു ക്ലാസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഒക്കെ കൊടുത്തേക്കാം, നിങ്ങളത് കാണണം. 5 തരത്തിൽ വെർബിന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കും. എസ് ഫോമും ബേസ് ഫോമും സിമ്പിൾ പ്രസന്റിന് വേണ്ടി മാത്രം, V2 സിമ്പിൾ പാസ്റ്റിന് വേണ്ടി മാത്രം, അങ്ങനെയെങ്കിൽ ബേസ് ഫോം സിമ്പിൾ ഫ്യൂച്ചറിന് വേണ്ടി മാത്രം. അവിടെ കൂടുതലൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, ഒരു കൺഫ്യൂഷനുമില്ല. എല്ലാ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും, എല്ലാ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസുകളിലും
വിൽ ഓർ ഷാൽ ആണ് വരുന്നത്, ബേസ് ഫോം ആണ് വരുന്നത്. എല്ലാ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെൻറ്റൻസുകളിലും ബേസ് ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ്. വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് ഓർത്തിരിക്കുക. വിൽ ഷാൽ ഓർത്തിരിക്കുക, ബേസ് ഫോം ഓർത്തിരിക്കുക, സിമ്പിൾ ഫ്യൂച്ചറായി. അപ്പോൾ ഒന്നുകൂടി ഈ കൺസ്ട്രക്ഷൻ ഞാനൊന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഓബ്ജക്റ്റ് ഉണ്ടാകണോ നിർബന്ധമില്ല. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. സബ്ജക്റ്റിനോട് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇതാണ് സെൻറ്റൻസ്. നമുക്ക് എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞല്ലോ, പ്രവചനങ്ങളെന്ന് പറഞ്ഞല്ലോ. നാളെ മഴ പെയ്യും. എങ്ങനെ പറയും? ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യും. എല്ലാ സെൻറ്റൻസിനെയും 4 തരത്തിൽ നമുക്ക് മാറ്റി എഴുതാൻ, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് മഴ പെയ്യുമെന്ന് പറയാം, മഴ പെയ്യുകയില്ലെന്ന് പറയാം, മഴ പെയ്യുമോ എന്ന് ചോദിക്കാം, മഴ പെയ്യുകയില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ 4 സെൻറ്റൻസ് ഒരുമിച്ച് പഠിച്ചു പോയാൽ 4 ഇരട്ടി എഫക്റ്റാണ്. ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ 4 സെൻറ്റൻസ് പഠിച്ചു. ഇറ്റ് വിൽ റെയിൻ. അങ്ങനെയെങ്കിൽ നമുക്ക് മഴ പെയ്യുകയില്ല എന്ന് എങ്ങനെ പറയും? നോട്ട് എപ്പോഴും ഓക്സിലറി വെർബ്സിനോട് മാത്രമേ ചേരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ നാളെ മഴ പെയ്യുകയില്ല എന്നെങ്ങനെ പറയും? ഇറ്റ് വിൽ നോട്ട് റെയിൻ ടുമോറോ. ആ വിൽ നോട്ട് എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കി എഴുതാം, വോണ്ട് എന്ന് എഴുതാം. ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യുകയില്ല. ഇനി നാളെ മഴ പെയ്യുമോ എന്ന് എങ്ങനെ ചോദിക്കും? ആ വിൽ അല്ലെങ്കിൽ ഷാൽ ഏതാണോ ഓക്സിലറി ഉപയോഗിക്കുന്നത് അത് സബ്ജക്റ്റിൻ്റെ ഈ ഇപ്പുറത്തേക്ക്, അതായത് ഇൻവേർഷൻ നടന്നു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനായി മാറി. ഇറ്റ് വിൽ എന്നുള്ളത് വിൽ ഇറ്റ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനായി. വിൽ ഇറ്റ് റെയിൻ ടുമോറോ? വിൽ ഇറ്റ് റെയിൻ ടുമോറോ? നാളെ മഴ പെയ്യുമോ? പെയ്യുകയില്ലേ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? വോണ്ട് ഇറ്റ് റെയിൻ ടുമോറോ? നാളെ മഴ പെയ്യുകയില്ലേ? അപ്പം നമുക്ക് ഈ 4 സെൻറ്റൻസ് നമുക്കൊന്ന് പറയാം. ഇറ്റ് വിൽ റെയിൻ ടുമോറോ, ഇറ്റ് വോണ്ട് റെയിൻ ടുമോറോ, വിൽ ഇറ്റ് റെയിൻ ടുമോറോ, വോണ്ട് ഇറ്റ് റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യും, നാളെ മഴ പെയ്യുകയില്ല, നാളെ മഴ പെയ്യുമോ, നാളെ മഴ പെയ്യുകയില്ലേ. വളരെ സിമ്പിളാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്വന്തമാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വോക്കൽ എക്സസൈസ് ഞങ്ങൾക്ക് തരും. അതുകൂടെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ തരത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ സെൻറ്റൻസിൻ്റെയും ഒരു മാസ്റ്റർ ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളത് ഉറപ്പാണ്. റിസൾട്ട് മിറക്കുലസ് റിസൾട്ടാണ്. പരീക്ഷിച്ച് നോക്കാം. ഐ വിൽ ഗോ ദെയർ. ഞാനവിടെ പോകും. ഞാനവിടെ പോകും. ഞാൻ പോകുകയില്ല എന്നെങ്ങനെ പറയും? ഐ വോണ്ട് ഗോ ദെയർ. നീ പോകുമോ എന്നെങ്ങനെ ചോദിക്കും? അല്ല, നിങ്ങൾ പോകുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ യു ഗോ ദെയർ? നിങ്ങളവിടെ പോവുകയില്ലേ എന്നെങ്ങനെ ചോദിക്കും? വോണ്ട് യു ഗോ ദെയർ? വോണ്ട് യു ഗോ ദെയർ? അത് ടുമോറോ എന്നാകാം, നെക്സ്റ്റ് വീക്ക് എന്നാകാം, നെക്സ്റ്റ് ഡേ എന്നാകാം, നെക്സ്റ്റ് മൊമെൻ്റ് ആകാം, നെക്സ്റ്റ് ഇയർ ആകാം, ഭാവിയിൽ വരാൻ പോകുന്ന ഏത് സമയം വേണമെങ്കിലും ആകാം. ഐ വിൽ കം ടുമോറോ. ഞാൻ നാളെ വരും. ഞാൻ നാളെ വരില്ല. ഐ വോണ്ട് കം ടുമോറോ. ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് കം ടുമോറോ. നീ നാളെ വരുമോ? വിൽ യു കം ടുമോറോ? നീ നാളെ വരില്ലേ? വോണ്ട് യു കം ടുമോറോ? മൈ ഫാദർ വിൽ സ്കോൾഡ് മീ. അച്ഛൻ എന്നെ വഴക്ക് പറയും. വഴക്ക് പറയുകയില്ല എന്നെങ്ങനെ പറയും? മൈ ഫാദർ വോണ്ട് സ്കോൾഡ് മീ. വോണ്ട് സ്കോൾഡ് മീ മീൻസ് വിൽ നോട്ട് സ്കോൾഡ് മീ. നിന്റെ അച്ഛൻ നിന്നെ വഴക്ക് പറയുമോ എന്നെങ്ങനെ ചോദിക്കും? മൈ ഫാദർ നിങ്ങളുടെ ഫാദറായി മാറും. മൈ ഫാദർ എന്ന് പറയുന്ന ആ വേർഡ്സ് യോർ ഫാദറായി മാറും. എങ്കിൽ മാത്രമേ അത് ചോദ്യമാകുകയുള്ളൂ. വിൽ യുവർ ഫാദർ സ്കോൾഡ് യു? വോണ്ട് യുവർ ഫാദർ സ്കോൾഡ് യു? എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയും. എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറയുകയില്ല. നിൻ്റെ അച്ഛൻ നിന്നെ വഴക്ക് പറയുമോ? നിൻ്റെ അച്ഛൻ നിന്നെ വഴക്ക് പറയുകയില്ലേ? മൈ ഫാദർ വിൽ സ്കോൾഡ് മീ. മൈ ഫാദർ വോണ്ട് സ്കോൾഡ് മീ. വിൽ യുവർ ഫാദർ സ്കോൾഡ് യു? വോണ്ട് യുവർ ഫാദർ സ്കോൾഡ് യു? പറഞ്ഞു പഠിച്ചോളൂ. നിങ്ങളുടെ സ്വന്തമാക്കിക്കോളൂ ഈ സെൻറ്റൻസ്. നമ്മുടെ സ്വന്തമാക്കുക. ഏത് സമയത്തും നമുക്ക് പഠിക്കാനുണ്ട്. ഏത് സമയം നമുക്ക് പറയേണ്ട സാഹചര്യം വരുമ്പോൾ താനെ നാവിലേക്ക് ഇത് വരണം. അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ലാംഗ്വേജ് ഈസ് എ സ്കിൽ. ഭാഷ ഒരു കഴിവാണ്, സ്കില്ലാണ്. അത് ആർജിക്കണമെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമേ ആർജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഭാഷ സംസാരിക്കാൻ യാതൊരു മാന്ത്രികം മാജിക്ക് ഒന്നും അവിടെ ഇല്ല. പരിശീലനം മാത്രം. ഷീ വിൽ മീറ്റ് യു ടുമോറോ അറ്റ് 5 PM. അവൾ നിന്നെ നാളെ 5 മണിക്ക് കാണും. മീറ്റ് യു, കാണും, നിന്നെ കണ്ടുമുട്ടും. കണ്ടുമുട്ടുകയില്ല എന്നെങ്ങനെ പറയും? ഷീ വോണ്ട് മീറ്റ് യു ടുമോറോ അറ്റ് 5 PM. അവൾ കാണുമോ എന്ന് എങ്ങനെ ചോദിക്കും? വിൽ ഷീ മീറ്റ് യു ടുമോറോ അറ്റ് 5 PM. കാണുകയില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? വോണ്ട് ഷീ മീറ്റ് യു ടുമോറോ അറ്റ് 5 PM. നാളെ 5 മണിക്ക് അവൾ നിന്നെ കാണുകയില്ലേ? ഐ വിൽ ലേൺ സ്പാനിഷ്.
ഇതൊരു ഇൻറ്റൻഷനാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഐ വിൽ ലേൺ സ്പാനിഷ്. ഞാൻ സ്പാനിഷ് പഠിക്കും. ഞാൻ പഠിക്കുകയില്ല എങ്ങനെ പറയും? ഐ വോണ്ട് ലേൺ സ്പാനിഷ്. നീ സ്പാനിഷ് പഠിക്കുമോ? വിൽ യു ലേൺ സ്പാനിഷ്? നീ പഠിക്കുകയില്ലേ? വോണ്ട് യു ലേൺ സ്പാനിഷ്? സെൻറ്റൻസ് 4 സെൻറ്റൻസുകൾ ഒരുമിച്ച് എഴുതി വെക്കുകയും വേഗതയിൽ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക. ഹി വിൽ കോൾ യു ലേറ്റർ. നിന്നെ പിന്നെ വിളിക്കും. ഹി വിൽ കോൾ യു ലേറ്റർ. അവൻ നിന്നെ പിന്നെ വിളിക്കും. ഹി വോണ്ട് കോൾ യു ലേറ്റർ. വിളിക്കുകയില്ല. വിളിക്കുമോ? വിൽ ഹി കോൾ യു ലേറ്റർ? അവൻ നിന്നെ പിന്നെ വിളിക്കുമോ? വോണ്ട് ഹി കോൾ യു ലേറ്റർ? വോണ്ട് ഹി കോൾ യു ലേറ്റർ? അവൻ നിന്നെ പിന്നെ വിളിക്കുകയില്ലേ? ദേ വിൽ ഫോളോ ദ റൂൾസ്. അവർ നിയമങ്ങൾ ഫോളോ ചെയ്യും, പാലിക്കും. ചെയ്യുകയില്ല എന്നിങ്ങനെ പറയും. ദേ വോണ്ട് ഫോളോ ദ റൂൾസ്. അവർ നിയമങ്ങൾ പാലിക്കുമോ? വിൽ ദേ ഫോളോ ദ റൂൾസ്? പാലിക്കുകയില്ലേ? വോണ്ട് ദേ ഫോളോ ദ റൂൾസ്? യു വിൽ ഫൈൻഡ് ഇറ്റ്. നീ അത് കണ്ടുപിടിക്കും, നീ അത് കാണും. യു വിൽ ഫൈൻഡ് ഇറ്റ്. നീ അത് കാണുകയില്ല. യു വോണ്ട് ഫൈൻഡ് ഇറ്റ്. നീ അത് കാണുകയില്ല. ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? നീ അത് കാണുകയില്ല എന്ന് നമ്മൾ മറുപടി പറയണമെങ്കിൽ ഞാനത് കാണുമോ എന്ന് ചോദിക്കണം. വിൽ ഐ ഫൈൻഡ് ഇറ്റ്? ഞാനത് കാണുമോ? വോണ്ട് ഐ ഫൈൻഡ് ഇറ്റ്? ഞാനത് കാണുകയില്ലേ? അപ്പോൾ മറുപടി പറയും നീ അത് കാണും അല്ലെങ്കിൽ കാണുകയില്ല. 4 സെൻറ്റൻസ് പറഞ്ഞു പഠിക്കുക. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. നാളെയാകാം, നാളെ കഴിഞ്ഞാകാം, അടുത്ത മാസമാകാം, അല്ലെ അടുത്ത ആഴ്ചയിലാകാം. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. ദ പോലീസ് വോണ്ട് അറസ്റ്റ് ഹിം. അവനെ അറസ്റ്റ് ചെയ്യുകയില്ല. വിൽ ദ പോലീസ് അറസ്റ്റ് ഹിം? അവനെ അറസ്റ്റ് ചെയ്യുമോ? വോണ്ട് ദ പോലീസ് അറസ്റ്റ് ഹിം? പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയില്ലേ? അപ്പോൾ ഈ സെൻറ്റൻസസ് പഠിക്കുക, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കുക. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം? സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് വിൽ ഓർ ഷാൽ എന്ന 2 ഓക്സിലറി വെർബ്സ് ആണ്. മറ്റൊന്ന് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഫോം ഓഫ് ദി വെർബാണ്. അത് ബേസ് ഫോമാണ്. അപ്പോൾ വിൽ ഷാൽ ഓർക്കണം, ബേസ് ഫോം ഓർക്കണം. മറ്റൊന്ന് ടൈം എക്സ്പ്രഷൻസ് ആണ്. പിന്നീട് വരുന്ന എന്ത് ടൈം എക്സ്പ്രഷനും, ഭാവിയിൽ വരുന്ന ഏത് ടൈം എക്സ്പ്രഷനും ആകാം. അത് ലേറ്റർ ആകാം, നെക്സ്റ്റ് ഡേ ആകാം, നെക്സ്റ്റ് മൊമെൻ്റ് ആകാം, നെക്സ്റ്റ് വീക്ക് ആകാം, നെക്സ്റ്റ് ഇയർ ആകാം. ടൈം എക്സ്പ്രഷൻസ്, ഭാവിയിലുള്ള ഏത് ടൈം എക്സ്പ്രഷൻസ് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു സർക്കിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വേർഡ് വീൽ നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിൾ ഫ്യൂച്ചർ, വിൽ, ഷാൽ, ബേസ് ഫോം, ടൈം എക്സ്പ്രഷൻസ് ഇൻ ഫ്യൂച്ചർ, ടുമോറോ, നെക്സ്റ്റ് വീക്ക്, ലേറ്റർ, നെക്സ്റ്റ് ഇയർ, അങ്ങനെ പോകും. തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളിത് പഠിച്ചിരിക്കണം. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസസ് ഉപയോഗിച്ച് എന്ത് അഭ്യാസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പറയാം, എഴുതാം, എഴുതിയിരിക്കുന്നത് വായിക്കാം, എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാം. എല്ലാ തരത്തിലും ഇത് എല്ലാ മേഖലകളിലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. പഠിക്കാതെ പോകരുത്, നിങ്ങളിത് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ സ്വന്തമാക്കുക. അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും ഒരുമിച്ച് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ വോക്കൽ ഓർഗൻസിനുള്ള എക്സസൈസ് കൂടി നിങ്ങൾക്ക് ഞാൻ തരും. കാത്തിരിക്കുക. ടിൽ ദെൻ, ബൈ.